സത്യൻ അന്തിക്കാടിന്റെ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് തിലകന്റെ കഥാപാത്രമായ ദാമോദർജി എന്ന് പറയുന്ന കഥാപാത്രം, അതെ അതെ, മോഹൻലാലിനെ ചേർത്ത് പിടിച്ചിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഇതിലും ധൈര്യം ഞാൻ എന്റെ ചാൾസ് ശോഭരാജിലെ കണ്ടിട്ടുള്ളൂ. വെൽ ഡൺ മൈ ബോയ്. പക്ഷെ ഇത് ഇന്നും മലയാളികളുടെ മനസ്സിൽ ചിരി ഉണർത്തുകയും ചാൾസ് ശോഭരാജ് മലയാളികളുടെ ചിരിയിലൂടെ കാണപ്പെടുകയും ചെയ്യുന്ന രംഗം തന്നെയാണ്. പക്ഷെ എന്നാൽ ഒരുപാട് പേരുടെ സമാധാനം തകർത്ത ഒരു പേരാണ് ചാൾസ് ശോഭരാജ്. ആരാണ് ശരിക്കും ഈ ചാൾസ് ശോഭരാജ്? ഈ ധാരാവി എന്ന് പറയുന്ന രംഗമുള്ള ഡയലോഗുള്ള സിനിമയല്ലേ ഈ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് മോഹൻലാലിനെ വരുത്തുന്നത്. അപ്പോൾ ആ ഒരു ഡയലോഗ് തന്നെ വളരെ ഗംഭീരമാണ്. പക്ഷേ ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ വിയറ്റ്നാം എന്ന് കേട്ടിട്ടുണ്ടോ? ഈ വിയറ്റ്നാം എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതാണ്. അപ്പ വന്ന് ഇന്ത്യൻ, അമ്മ വന്ന് ഫ്രഞ്ച്, ജനനം വന്ന് വിയറ്റ്നാം. അതാണ് ചാൾസ് ശോഭരാജ്. അതായത് അയാളുടെ അച്ഛൻ എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരൻ. അതാണ് ഈ ശോഭരാജ് കയറി വരുന്ന പേര്. വിയറ്റ്നാമീസ് ആയിട്ടുള്ള ഒരു സ്ത്രീയിൽ ഉണ്ടായിട്ടുള്ള മകനാണ് ഈ ചാൾസ് ശോഭരാജ്. വിയറ്റ്നാമിലെ മാരാക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനനം. പഠനം വന്ന് ഫ്രഞ്ച് ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചത്. നന്നായിട്ട് ഫ്രഞ്ച് ഭാഷ അറിയാം, ഇംഗ്ലീഷ് അറിയാം, എല്ലാം അറിയാവുന്ന ആളാണ്. ഫ്രഞ്ച് ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചത്. നല്ല നിലവാരമുള്ള സ്കൂളിലാണ് പഠിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിപാടി എന്ന് പറയുന്നത് 1960 തുടങ്ങുന്ന പ്രൊഫഷൻ എന്തുവായിരുന്നു എന്നറിയാമോ? മോഷണത്തിലാണ് തുടക്കം. അതിൽ വലിയൊരു എക്സ്പേർട്ടായി അദ്ദേഹം. അവിടെ ചാൻഡൽ പീകോം പോഗ്നോൺ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ചുകാരി സ്ത്രീയുമായിട്ട് ഈ മോഷണകാലത്ത് തന്നെ മീശമാധവനിലെ പോലെ പ്രേമത്തിലായി അവരെ അങ്ങ് വശത്താക്കിക്കൊണ്ട് ഒരു നല്ല വുമണൈസറായിരുന്നു കേട്ടോ. അത്ഭുതപ്പെടുത്തി. മോഷ്ടാവായിരുന്നു കൊണ്ട് തന്നെ ഇദ്ദേഹം അവരെ വശീകരിച്ചെടുത്തു. ഈ ഭാഷാജ്ഞാനം, അതുപോലെ തന്നെ അത് ഹാൻഡ്സമുമായിരുന്നു. അവിടെ കുറേ ഹാൻഡ്സമുമായിരുന്നു. അതായിരിക്കും ഈ വാസ് എ ഗുഡ് വുമണൈസർ ആൾസോ. സ്ത്രീകളെ വശീകരിക്കാൻ നല്ല കഴിവുള്ള ആളുമായിരുന്നു. കുറച്ചധിക കാലം നീണ്ടു നിന്നില്ല. അതിൻ്റെ ഹണിമൂണും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കനേഡിയനായിട്ടുള്ള മേരി ആൻഡ്രി ലെക്ലാർക്ക് എന്ന് പറയുന്ന സ്ത്രീയെ വശീകരിച്ചെടുത്തു, മോഷണം കലയാക്കിക്കൊണ്ട്. എന്നിട്ട് 1970 യൂറോപ്പിലേക്ക് അദ്ദേഹം പോയി. 1972 മുതൽ 76 വരെ 2 വർഷത്തിനിടയിൽ എത്ര പേരെയാണ് കൊന്നതെന്നറിയാം? മോഷണത്തിൽ നിന്ന് നേരെ കൊലപാതകത്തിലേക്ക് പോയി. കൊന്നത് എത്ര പേരെയാണെന്നറിയാം? 24 പേരെ ഔദ്യോഗികമായിട്ട് 24 പേരെ കൊന്നു. അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കൊന്നതിൽ ഭൂരിപക്ഷം പേരും ബിക്കിനി ഇട്ട് വരുന്നവരായിരിക്കും. ബിക്കിനി അറിയാമല്ലോ, നീന്തലിനുള്ള ഡ്രസ്സ്. ആ വസ്ത്രം ഇട്ട് വരുന്നവരെ കണ്ട അദ്ദേഹം വുമണൈസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഒരപ്പം തന്നെ കൊന്നിരിക്കും. ഇതൊരു എന്തോ കാര്യമെന്നുള്ളത് ഇന്നും മനസ്സിലായിട്ടില്ല. ഇന്നും ഒരു ദുരൂഹതയാണ്, ഒരു മിസ്റ്ററിയാണ്. ബിക്കിനിക്കാരെ കാണുമ്പോൾ കൊള്ളുമ്പോൾ ഈ ബിക്കിനി ഇല്ലാത്തതാകൊണ്ടായിരിക്കും മറ്റ് 2 സ്ത്രീകളെ അദ്ദേഹം വശീകരിച്ച് ഭാര്യമാരാക്കിയത്. ഇത് ബിക്കിനി ഇടുന്നവരെ കാണുമ്പോൾ കൊല്ലുക. അങ്ങനെ വന്നപ്പോൾ ഇത് ആരെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. അന്വേഷണം നടത്തിയ ഏജൻസികളൊക്കെ നല്ല അവിടുത്തെ പോലീസ് എന്നൊക്കെ പറയുന്നത് യൂറോപ്പിലെ സ്കോട്ട്ലൻഡ് യാർഡ് പോലുള്ള നിലവാരത്തിലുള്ള പോലീസാണ്. ഏത് കുറ്റകൃത്യവും കണ്ടുപിടിക്കും, ദുരൂഹമായത്. പക്ഷേ അവർക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവസാനമായിട്ട് അവർ അറിഞ്ഞത് 1976 ഈ ചാൾസ് ശോഭരാജ് എന്ന് പറയുന്ന ആളാണ്, അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. അതായത് ഈ മോഷണത്തിനപ്പുറം സ്ത്രീകളെ കൊല്ലുന്ന 26 പേരെ കൊന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്കോട്ട്ലൻഡ് യാർഡല്ല, യൂറോപ്പിൽ അദ്ദേഹത്തിനൊരു പേര് വീണു. ദി സെർപ്പൻറ്റ് എന്നുള്ള പേര് വീണു. ആ പേര് വന്നത് എങ്ങനെയാണെന്നറിയാമോ? ഏദൻ തോട്ടത്തിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ പാമ്പാണല്ലോ പാപികൾ, ഈ ആദമിനെയും ഹവ്വയെയും പാപികളായിട്ട് മാറ്റുന്നത്. ആ സർപ്പൻറ്റിൻ്റെ പേരായിട്ടുള്ള ദി സെർപ്പൻറ്റ് എന്നുള്ള പേര് വന്നു. അതുകൂടാതെ വേറൊരു പേരും കൂടി ഇദ്ദേഹത്തിന് വന്നു. ആ പേരാണ് ദി ബിക്കിനി കില്ലർ എന്ന് പറഞ്ഞാൽ ബിക്കിനി ഇട്ട പെണ്ണുങ്ങളെ കണ്ട അപ്പോൾ കൊല്ലും. പിന്നെ വേറൊരു പേരും കൂടെ ഉണ്ട്, സീരിയൽ കില്ലർ. നമ്മൾ ഈ സീരിയലൊക്കെ കാണുമല്ലോ, ആ ദിവസം കാണുന്ന സീരിയൽ പോലെ പതിവായിട്ട് ഇങ്ങനെ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കോപാത്തായിട്ട് അല്ലെങ്കിൽ ഒരു സൈക്കോഫൈലായിട്ട് ഇദ്ദേഹത്തിനെ പോലീസ് കണ്ടു. കാരണം യാതൊരു തരത്തിലുള്ള കാരണവും ഇല്ലാതെ ആൾക്കാരെ വിത്തൗട്ട് എനി പ്രൊവക്കേഷൻ കൊന്നുകൊണ്ടിരിക്കുക. അങ്ങനെയായി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ ദക്ഷിണേഷ്യയിലെ ഒരു ജയിലിൽ പിടിച്ചിട്ടു. അത് കഴിഞ്ഞ് അദ്ദേഹം
ചെയ്ത പരിപാടി ജയിലിൽ നിന്ന് അദ്ദേഹത്തെ വിട്ടു. ഇത് വിട്ടതാണ്, ജയിൽ ചാടിയതല്ല. ഫ്രഞ്ച് ദക്ഷിണേഷ്യയിൽ വന്ന ഒരു വിയറ്റ്നാം തന്നെ ആയിരിക്കണം അത്, ഫ്രഞ്ച് ടൂറിസ്റ്റുകളുടെ ദക്ഷിണേഷ്യയിൽ ഇത്രയും കൊലപാതകം നടത്തിയിട്ടും വിടാനുള്ള കാരണം കേസ് ജയിച്ചു കാണും. പണം നല്ലപോലെ ഉണ്ട്. ആരാ ഭാര്യമാരെന്ന് പറയുന്നത്? ഒന്ന് ഒരു കനേഡിയൻ സ്ത്രീയാണ് അല്ലേ, മറ്റേതൊരു ഫ്രഞ്ച് സ്ത്രീയാണ്. പണം ഇഷ്ടം പോലെ ഉണ്ട് അദ്ദേഹത്തിന്. ഇയാൾ നല്ല മനുഷ്യനാണെന്ന് വിചാരിച്ച് ഭാര്യമാർ തന്നെ പണം കൊടുത്തു. പിന്നെ മോഷണത്തിൽ കൂടെ സമ്പാദിച്ച പണം സോഴ്സാണ്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് ചെയ്ത മഹാക്രൂരകൃത്യം എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ടൂറിസ്റ്റുകളുടെ ഒരു സംഘം കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇയാൾ വിഷം കലർത്തി. അമ്മ വന്ന് ഫ്രഞ്ചാന്ന് പറഞ്ഞില്ലേ, സ്വന്തം നാട്ടിലെ ആൾക്കാരെ തന്നെ വിഷം കൊടുത്തു കൊന്നു. അങ്ങനെ വന്ന് ഇത് ദക്ഷിണേഷ്യയിലാണ് നടക്കുന്നത്. അപ്പോൾ ദക്ഷിണേഷ്യ മുഴുവൻ അലർട്ടായി, വിയറ്റ്നാമും എല്ലാ രാജ്യങ്ങളും അലർട്ടായി. അവസാനം ഇയാളെ ജയിലിൽ പിടിച്ചിടാൻ നിയോഗം കിട്ടിയത് ഇന്ത്യൻ പോലീസിനാണ്. മിക്കവാറും ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പോലീസ് തിഹാർ ജയിലിൽ പിടിച്ചിട്ടു. അവിടെ വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്തു? തിഹാർ ജയിൽ ബ്രേക്ക് ചെയ്തു. അസാധാരണമായിട്ടൊരു കാര്യമാണത്. വലിയ കൊടും ക്രിമിനലുകളുണ്ട്, അവർക്ക് പോലും ഭേദിക്കാൻ കഴിയാത്ത, ജയിൽ ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സംവിധാനമാണത്. അത്തരം ഒരു സംവിധാനത്തിന് ഇയാൾ ജയിൽ ബ്രേക്ക് ചെയ്തു. ഈ ജയിൽ ബ്രേക്ക് ചെയ്തതോടുകൂടി അയാൾ എന്ത് വരുന്നതെന്നറിയോ? ഒരു ഹീറോ ആയിട്ടങ്ങ് മാറുക ചെയ്യുന്നത്. നമ്മളും പല സ്ഫടികം എന്നുള്ള സിനിമ ഉദാഹരണം, മോഹൻലാൽ ഹീറോ ആയിട്ടങ്ങ് മാറുകയാണ്. അതിനെ ആരാധിക്കുകയാണ് സിൽക്ക് സ്മിത, അതിൻ്റെ കഥാപാത്രത്തിൻ്റെ പേരറിയത്തില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇയാളും അതുപോലെ ഒരു ഹീറോ ആയിട്ട് മാറി. കേരള ശബ്ദത്തിൽ പരമ്പരയായിട്ട് എഴുതുന്ന ഇന്ദ്രധനുസ് എന്നൊരു പങ്ക്തിയുണ്ട്. ആ പങ്ക്തിയിൽ ഈ വായിക്കാൻ അത്ര കൊള്ളുന്നതല്ല, അയാളുടെ സെക്ഷൽ ഹീറോയിസത്തെക്കുറിച്ചൊക്കെ എഴുതാൻ തുടങ്ങി. ഇന്ദ്രധനുസ് എന്ന് പറഞ്ഞു. ചുമ്മാ അത് സത്യമൊന്നും ആയിരിക്കണമെന്നില്ല, ചുമ്മാതെ പുകഴ്ത്തി അങ്ങനെ എഴുതുക. ചാൾസ് റോബ്രാജ് എന്ന് പറയുന്നത് വല്ലാത്തൊരു വീക്ക്നെസ് ആയിട്ട് മാറി. അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അദ്ദേഹം വലിയൊരു കാണാനൊന്നും ഒരു ഭംഗി ഞാൻ കണ്ടിട്ട് എൻ്റെ കണ്ടിട്ട് വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷേ സ്ത്രീകൾക്കെല്ലാം വലിയ ഇഷ്ടമായിട്ടൊരു സ്ത്രീയായിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്തു? 1997 ആയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിചാരണ കഴിഞ്ഞ് ശിക്ഷിക്കുന്നതിന് മുമ്പ് അയാൾ വീണ്ടും ജയിൽ ചാടി. 2 തവണ തിഹാർ ജയിൽ ബ്രേക്ക് ചെയ്തു. ഇന്ന് വരെ ആർക്കും കഴിഞ്ഞു, ഒറ്റയാളും തിഹാർ ജയിലിൽ നിന്ന് അടിച്ച് കൊടും ക്രിമിനൽ പോലും ചെയ്തിട്ട്, കൊള്ളക്കാരെക്കുറിച്ച് നക്സലൈറ്റുകളെ പിടിച്ചിട്ടുണ്ട്. ഇത്രയോ പേരെ പിടിച്ചിട്ട ഒരു ജയിലാണ്, ഏറ്റവും സുരക്ഷിതമായ തലസ്ഥാന നഗരത്തിലെ ജയിൽ. അവിടെ നിന്ന് 2ാമത്തെ തവണയും ബ്രേക്ക് ചെയ്തോട് ഇയാൾ വലിയ ഹീറോ ആയിട്ടങ്ങ് മാറി. നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയെ പോലെയും ഒക്കെ റോബിൻ ഹുഡിനെ പോലെയൊക്കെ വലിയ ഹീറോ ആയിട്ട് സ്ത്രീകളുടെ ആരാധനാപാത്രമായിട്ടും അങ്ങ് മാറി അദ്ദേഹം. അപ്പോൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒപ്പം കുറേ സ്ത്രീകളുണ്ടാകും. അങ്ങനെ പോയത് എവിടോട്ടാണെന്നറിയാമോ? ഇപ്പോൾ ഫ്രഞ്ചുകാരിയുടെ സുഖം അനുഭവിച്ചു, കാനഡക്കാരിയുടെ സുഖം അനുഭവിച്ചു, ഇങ്ങനെ പലരുടെയും സുഖം അനുഭവിച്ചു. അവസാനം അദ്ദേഹം ഇനി പുതിയ പരീക്ഷണം നടത്താൻ വേണ്ടി പോയത് നേപ്പാളിലേക്കാണ്. നേപ്പാളിലേക്ക് പോയി. നേപ്പാളി സ്ത്രീകൾ വളരെ സുന്ദരികളാണ്, കണ്ടിട്ടുണ്ടോ? അവർ വളരെ നല്ല വെളുപ്പ് നിറവും നല്ല സുന്ദരികളും. എല്ലാവരും അല്ല, അവിടുത്തെ സ്ത്രീകൾ പൊതുവെ അവരുടെ വേഷവും എല്ലാം കൂടെ ഒരു നല്ല വലിയ ചാമിങ്ങാണ് അവർ. അവിടെ പോയിട്ട് അവരുമായിട്ടായി സംസർഗം, കല്യാണമൊന്നുമല്ല, എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടു, അങ്ങനെ താമസിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെ പോയത് പാരീസിൽ അദ്ദേഹം ആഡംബര ജീവിതം നടത്തി. പാരീസിൽ പിന്നെ വീണ്ടും നേപ്പാളിലേക്ക് തിരിച്ചു വന്നു. നേപ്പാളിൽ ജയിച്ചു വന്ന് 2004, അധികമൊന്നും സമയമായിട്ടില്ല. ആ നേപ്പാളിൽ നിന്ന് ജയിൽ ചാടാൻ നോക്കി ഇയാൾ. പക്ഷെ 3 പഴച്ചാൽ 3 തീരുമെന്ന് പറഞ്ഞ പോലെ ആ ജയിൽ ചാട്ടം പരാജയപ്പെട്ടു. നേപ്പാളിലെ ഗൂർഖകളുടെ പോലീസല്ലേ, അവർ പിടിച്ചു. അദ്ദേഹത്തിനെ പിടിച്ച് വീണ്ടും ജയിലിലെടുത്തിട്ടു, കടുത്ത സുരക്ഷയോടുകൂടി. അത് കഴിഞ്ഞപ്പോൾ 2008 വീണ്ടും ഒരു നേപ്പാൾ വനിതയെ ഇയാൾ വിവാഹം കഴിച്ചു. അല്ലാത്ത ബന്ധങ്ങൾ ഒരുപാടുണ്ട്. വിവാഹം കഴിച്ച് ബന്ധത്തിലേർപ്പെട്ടു. ആ സ്ത്രീയുടെ പേര് നിഹിത ബിശ്വാസ് എന്നാണ്. നിഹിത ബിശ്വാസ്. എനിക്ക് തോന്നുന്നത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നും പറഞ്ഞുണ്ട്. അതായത് ഇതുപോലെ ക്രൂരതകളും ഒക്കെ കാണിക്കുന്ന ആൾക്കാർ, ഭീകരന്മാർ പോലും ചിലപ്പോൾ ആരാധനാ പാത്രങ്ങളായിട്ട് മാറും. കാരണം എന്താ? സ്ത്രീകളുടെ മനസ്സിൽ അവരോടൊരു പേടി വരും. ഈ പേടി എന്ന് പറയുന്ന ഒരു ഹീറോയിസമായിട്ട് ട്രാൻസ്ഫോം ചെയ്യും. അങ്ങനെ ഒരു ആരാധനാ മനോഭാവം വരാറുണ്ട് പലർക്കും. അങ്ങനെയാണ് ഈ IS-ലും ഒക്കെ അവിടെയുള്ളവർക്കൊക്കെ ഒരുപാട് കാമുകിമാർ ഉണ്ടാവുന്നത്. തെറ്റ് കാണിക്കുന്നവർക്കും അങ്ങനെയുണ്ട്. അങ്ങനെ ധാരാളം നോവലുകളിലുണ്ട്. നമ്മളിപ്പോൾ സ്ഫോടനം പോലുള്ള സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഹെത്ക്ലിഫ് എന്നും പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അതായത് അതെഴുതിയത് ആരുമായിക്കോട്ടെ, ഹെത്ക്ലിഫ് എന്ന് പറയുന്നത് ദുഷ്ടകഥാപാത്രമാണ്. വളരെ ക്രൂരതകൾ ചെയ്യുന്ന
പിന്നെ യൂറോപ്പിൽ ഷാർലിറ്റി ബ്രോണ്ടി എന്ന് പറയുന്ന എഴുത്തുകാരി എഴുതുകയാണ്. വളരെ ക്രൂരനായിട്ടൊരു കഥാപാത്രമാണ്. പക്ഷേ എമിലി കാതറിൻ എന്ന് പറയുന്ന അതിലെ ഹീറോയിൻ പാവപ്പെട്ട സ്ത്രീയാണ്, നല്ല സ്ത്രീ. ആ നല്ല സ്ത്രീക്ക് ഏറ്റവും ഇഷ്ടം ഈ ഹെത്ക്ലിഫ് എന്ന് പറയുന്ന വളരെ റഫായിട്ടുള്ള കഥാപാത്രത്തിനെയാണ്. അതുപോലെ തന്നെ നമ്മുടെ കന്നഡ നോവൽ ശ്രീകൃഷ്ണ ആലനഹള്ളിയുടെ ചിങ്കാരമ്മ എന്നും പറഞ്ഞൊരു നോവലുണ്ട്. കൂലോത്തെ ചിങ്കാരമ്മ എന്നാണ് അതിൻ്റെ പേര്. ആ കൂലോത്തെ ചിങ്കാരമ്മ എന്ന് പറയുന്നത് നല്ല സൽസ്വഭാവിയായിട്ടുള്ള രാജകുമാരിയാണ് അവർ. അവിടുത്തെ കുലം എന്ന് പറഞ്ഞാൽ കൊട്ടാരം. ആ രാജകുമാരിയായിട്ടുള്ള സ്ത്രീക്ക് ഇഷ്ടം വളരെ റഫായിട്ട് പെരുമാറുന്ന, വിദ്യാഭ്യാസം ഒട്ടുമില്ലാത്ത, നന്നേ കറുത്ത കരിവീട്ടിയുടെ നിറമുള്ള ഒരു മനുഷ്യനോടാണ്. അവനാണെങ്കിൽ സമൂഹത്തിലൊരു സദാചാരം പാലിക്കുന്ന ആളുമല്ല. ആ ആളിനോട് ഇഷ്ടം തോന്നി. അവരുടെ പ്രേമത്തിൻ്റെ കഥയാണ് ശ്രീകൃഷ്ണ ആലനഹള്ളിയുടെ ദശാവതാരം. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൊക്കെ പരമ്പരയായിട്ട് വന്നിരുന്നതാണ്. അങ്ങനെ ഇഷ്ടം തോന്നുക, അതെല്ലാം ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോമിൻ്റെ ഫലമായിരിക്കാം. മനഃശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് 2014 വീണ്ടും അദ്ദേഹം സീരിയൽ കില്ലറായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ പലരെയും കൊല്ലുന്നു. പലരെയും കൊന്നു കഴിഞ്ഞതിന് ശേഷം വീണ്ടും അദ്ദേഹം ജയിലിലാവുന്നു. ഈ ജയിലിൽ പോയതിനു ശേഷം വിദഗ്ധമായിട്ട് ജയിൽ ചാട്ടത്തിനുള്ള സമയമൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ അദ്ദേഹം ഇപ്പോൾ 90-ലേറെ വയസ്സ് കാണണം അദ്ദേഹത്തിന്. ഇപ്പോൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 90-ലേറെ വയസ്സ് കാണണം. കാരണം അദ്ദേഹം ജനിച്ച വർഷം വെച്ച് നോക്കുമ്പോൾ 90-ലേറെ വയസ്സുണ്ട് അദ്ദേഹത്തിന്. പക്ഷേ ഇപ്പോഴും ആ കേസിൽ അദ്ദേഹം ജയിച്ചിട്ട് തടവുകാലം ജയിച്ചു എന്ന് പറഞ്ഞാൽ തടവുകാലം കഴിഞ്ഞിട്ട് അദ്ദേഹം ഫ്രാൻസിലിപ്പോൾ സഖിമാരോടൊപ്പം സുഖമായിട്ട് ഫ്രഞ്ച് തെരുവീതികളിൽ കൂടി സ്വതന്ത്രമായിട്ടൊരു കേസുമില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിലൊക്കെ ഈ സ്ത്രീകളുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്ന ഒരിക്കലും സദാചാരം എന്ന് പറയുന്ന അവിടെ പ്രശ്നമല്ല. അപ്പോൾ സുഖമായിട്ട് അദ്ദേഹം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ബിക്കിനി കില്ലർ. ഇപ്പോൾ ബിക്കിനി കണ്ടു കഴിഞ്ഞാൽ ആരെയൊന്നും കൊള്ളാൻ നല്ല പ്രായം ഇത്രയായില്ലേ. അതുകൊണ്ട് അതൊന്നും നടക്കുകയല്ല. മറ്റെല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിശദം. ചാൾസ് ശോഭരാജ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് സംശയമായിരുന്നു. നോക്കിയപ്പോൾ ഏറ്റവും അടുത്ത ഒരു ഫ്രഞ്ച് സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയത് അദ്ദേഹം ഫ്രാൻസിലെ തെരുവീതികളിൽ ഇപ്പോഴും അലയുന്നുണ്ട്, കിടപ്പിലല്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാവുന്ന കാര്യം. ഇത്രയുമാണ് ഈ ചാൾസ് ശോഭരാജിനെക്കുറിച്ച് വളരെ ചുരുക്കത്തിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനിയും പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വീരകൃത്യങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. എങ്കിലും തൽക്കാലം നമുക്ക് സമയം പാത്രമായിട്ട് മാറി. അതാണ് ആ പേര് ചാൾസ് അല്ല. ഇപ്പോൾ കണ്ടില്ലേ, തിലകൻ്റെ തന്നെ സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെയും ഒരു നല്ല ധൈര്യം ഉണ്ടെന്നുള്ളത്. അത് സ്ത്രീകളെ ആകർഷിക്കുന്ന ഒരു ഘടകമാണ്. എന്നാൽ തൻ്റെ ഇടം ഉണ്ടെന്നുള്ളത് അത് അദ്ദേഹത്തിന്. കൊലപാതകങ്ങൾ മറക്കാൻ പറ്റില്ലല്ലോ. അതെ അതെ തീർച്ചയായിട്ടും അതിനെ അങ്ങ് മറക്കുകയാണ് ജനങ്ങൾ. ഒരു ഹീറോയിസം, അവനൊരു ഹീറോ ആണ് എന്നുള്ളൊരു തോന്നൽ.